മലബാറിലെ ആദ്യ സായാഹ്ന പത്രമായ പ്രദീപത്തിലൂടെ തുടക്കം. മനോരമയിലും മാതൃഭൂമിയിലുമായി അരനൂറ്റാണ്ടോളം കാലം നീണ്ടുനിന്ന പത്രപ്രവർത്തന സബര്യ 1969-70 കാലഘട്ടങ്ങളിൽ വയനാട്ടിൽ നടന്ന വർഗീസ് വധവും നക്സൽ ആക്ഷനും റിപ്പോർട്ട് ചെയ്ത് സാഹസിക പത്രപ്രവർത്തന രംഗത്തിൽ ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള ശ്രീ പി ഗോപി, അദ്ദേഹമാണ് ഇന്ന് ഫോർത്ത് എസ്റ്റേറ്റിലെ നമ്മുടെ അതിഥി. ആയിരത്തി 1956 ദീപികയിൽ അസിസ്റ്റന്റ് റിപ്പോർട്ടറായിട്ടാണ് തുടക്കം പത്രപ്രവർത്തനം. ഏതാണ്ട് അരനൂറ്റാണ്ട് പത്രപ്രവർത്തന രംഗത്ത് സജീവമായി, ഇപ്പോഴും സജീവമായ ആ രംഗത്ത് തന്നെ ഉണ്ട്, വളരെ ചുറുചുറുക്കോടുകൂടി രംഗത്ത്. ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? എന്തായിരുന്നു ഈ മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം? മേഖല, ഞാനത് CP ശ്രീധരനുമായിട്ടുള്ള ബന്ധമാണ് കാര്യമായിട്ട് അതിൽ വന്നിരിക്കുന്നത്. പിന്നെ ദീപികയിൽ ആദ്യം അതിൻ്റെ മലബാർ ഓഫീസ്, ദീപിക എന്ന വളരെ പ്രധാനമായൊരു പത്രമായിരുന്നു. മനോരമയെക്കാളും ദീപിക മലബാർ ഏരിയയിൽ, സെറ്റിലേഴ്സ് ഏരിയയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹമാണ് എനിക്ക് ഇത് എഴുതാനുള്ളൊരു പ്രചോദനം തന്നിരിക്കുന്നത്. അസിസ്റ്റൻ്റായിട്ട് കുറച്ച് വർക്ക് ചെയ്തപ്പോൾ പിന്നെ മെട്രിക്കുലേഷന് പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റിൽ മിക്കവാറും ഉച്ചയോടുകൂടെ ക്ലാസ് കഴിയും. ഫയറൽ കോളേജിലെ പഠിച്ചു. അന്ന് ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ ഇവിടെയാണ് നമ്മുടെ CPയുടെ ഇതിലാണ്. CP എന്നൊരു സ്വാതന്ത്ര്യ സമര നേതാവും കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് അവിടെ ഇരിക്കുമ്പോൾ അവിടെ വലിയൊരു കൂട്ടായ്മ, കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട എല്ലാ പത്രക്കാരും അവിടെ എത്തും. പിന്നെ മാതൃഭൂമിയുടെ കരുണാകരൻ മേനോൻ, പിന്നെ ഈയിടെ അന്തരിച്ച KP വിജയൻ, അദ്ദേഹം ഫീൽഡിൽ കുറേ കാലം ഫീൽഡിലുണ്ടായിരുന്നു, റിപ്പോർട്ടർ എടുത്തു. പിന്നെ KC മാധവക്കുറുപ്പ്, ഇങ്ങനെയുള്ള ആളുകളെല്ലാം, പിന്നെ TVK പ്രമുഖ പത്രക്കാരാക്കാല, ഇവരെല്ലാം അവിടെ എത്തും. അവിടെ എത്തുമ്പോൾ ഓരോ ദിവസത്തെയും സംഭവങ്ങളെ ഒരു ചർച്ചയുണ്ടായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ അവിടെ. അപ്പോൾ എനിക്കൊരു തോന്നിച്ച അങ്ങനെ ഉണ്ട്. അതിന് മുൻപ് ഞാൻ പോളിടെക്നിക്കിൽ കുറച്ച് കാലം പഠിച്ചിരുന്നു. പിന്നെ വെസ്റ്റ് ഹില്ല് പോളിടെക്നിക്. ആ കാലത്ത് എനിക്ക് ചുരുക്കം ആളുകൾക്ക് സൈക്കിളുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ഒരു ദീപികയുടെ സൈക്കിളാണെങ്കിൽ പോലും അതിൻ്റെ സാധനം അവിടെ പാഴ്ച് വെക്കുന്ന ഒരു വലിയ ഗ്യാങ് ഉണ്ടായിരുന്നു അവിടെ, കുട്ടികൾ തന്നെ ഒരു. അപ്പോൾ അവർ അവിടെ നിന്ന് ചില ചെറിയ റിപ്പോർട്ടുകളൊക്കെ, എക്സ്പ്രസ് എന്ന മലയാള എക്സ്പ്രസ് ഉണ്ട്. മലയാള എക്സ്പ്രസ് മലബാറിൽ വന്ന് വളരെ പോപ്പുലറാണ്. അതിന് അയച്ചു കൊടുത്തു. 2-3 റിപ്പോർട്ട് വന്നു. അതെനിക്ക് വിരോധമായിട്ട്, എതിരായിട്ട് സംഭവിച്ചു. അപ്പോൾ ഒന്ന് പ്രിൻസിപ്പാൾ റാവു എന്ന് പറഞ്ഞ ഒരാളാണ്, ആന്ധ്രക്കാരൻ റാവുവാണ്. അപ്പം റാവു ഞാനാണെന്ന് സംശയിച്ചു. അപ്പം എന്നെ വിളിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പം നോട്ടപ്പുള്ളിയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവിടുന്ന് എന്നോട് എൻ്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞു, ഇനി എന്ത് വന്നാലും ഞങ്ങൾ പരീക്ഷയ്ക്ക് പാസ്സാക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മെല്ലെ ഇതു. അന്ന് ഞാൻ മെട്രിക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഈ റിപ്പോർട്ടർക്ക് ഇങ്ങനെ ഒരു വ്യവസ്ഥ ഇതുണ്ടല്ലോ, ചെറിയ തോതിലുള്ള ഒരു മറ്റുള്ളവർക്കൊരു ഭയമുണ്ടല്ലോ, ഈ കൊള്ളരുതായ്മകളെ പുറത്ത് കാണിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ പ്രൊഫഷൻ എന്താണ് വലിയ മോശമല്ലല്ലോ എന്നുള്ളത്. അങ്ങനെയാണ്. അതിന് ശേഷമാണ് ഞാൻ ഇവിടെ ശ്രീധരനുമായിട്ടുള്ള ബന്ധം വന്നത്. ശ്രീധരൻ അവിടെ നിന്ന് അയക്കുന്ന റിപ്പോർട്ടുകളും അവിടെ വരുന്ന റിപ്പോർട്ടുകൾ, അവിടുത്തെ ആളുകളുടെ ബന്ധങ്ങൾ, ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അകപ്പാടെ എനിക്കൊരു പൊതുവെ ഒരു ഇതായി. പിന്നെ ശ്രീധരൻ വൈകുന്നേരം ആകുമ്പോൾ ഈ കമ്പിയൊക്കെ എഴുതിയിട്ട് എന്നെ ഏൽപ്പിക്കുക. ഇതെല്ലാം ഞാൻ വായിച്ച് നോക്കി അതിൻ്റെ ഗുട്ടൻ സെല്ലെന്ന് മനസ്സിലാക്കി വെച്ചു. ആദ്യത്തെ പരിശീലനം അവിടെ വെച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനും തുടങ്ങി, അൺഒഫീഷ്യലായിട്ട്, ഒഫീഷ്യലായിട്ടല്ല. അതേ ഇല്ലാത്ത സമയത്ത് ഫോണിൽ പിന്നെ വാർത്തകൾ മാറ്റി എഴുതുക, അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്ത് സഹായിച്ചു. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഓപ്പനിങ് വന്നപ്പോൾ പ്രദീപം തുടങ്ങി. പ്രദീപം നവംബർ 5th തോന്നുന്നു തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഒക്ടോബർ വിപ്ലവത്തിന് 57 അന്ന് തിരുവത്തിരാമനാണോ? അതെ, തിരുവത്തിരാമൻ. തിരുവത്തിരാമൻ അതിൻ്റെ എല്ലാ. പ്രദീപം അന്നത്തെ കേരളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രം അല്ല,
ആ കാലത്ത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെ NN സത്യവ്രതൻ്റെ അളിയൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പത്രം കൊച്ചിയിൽ, പക്ഷേ ഇത്ര പോപ്പുലറല്ല. മലബാറിലെ ആദ്യത്തെ ഈവനിങ് വലിയ ഡെയിലി ഈവനിങ് എഡീഷൻ മാതൃഭൂമിക്കും പൗരശക്തിയും ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈവനിങ് എഡീഷൻസ് ആയിരുന്നു പത്രങ്ങളെല്ലാം തന്നെ. പിന്നീടാണ് അവർ മോർണിംഗിലേക്ക് മാറിയത്. അപ്പം വൈകുന്നേരം ചന്ദ്രികയെല്ലാം തന്നെ വൈകുന്നേരത്തെ പത്രങ്ങളായിരുന്നു. ഈ പത്രമാണ് ഹരിയാന പത്രം. അന്ന് ഹരിയാന പത്രം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും പോപ്പുലറായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും ആ ആ സ്ഥലം സെക്കൻഡ് ഗേറ്റിൻ്റെ അടുത്താണ്. സെക്കൻഡ് ഗേറ്റിൻ്റെ ആ ഭാഗത്ത് ശ്രീധരൻ്റെ മലയാള മനോരമ ഓഫീസ്, ഈ ഭാഗത്ത് പ്രദീപ് ഓഫീസ്. അപ്പോൾ അവിടെ ഒരാളെ അദ്ദേഹം തിരുവത്തിരാമൻ എന്നെല്ലാം ആദ്യം നിയമിച്ചത്, വേറൊരാളെ കണ്ടുവച്ചിരുന്നു. അദ്ദേഹം വരാൻ 3 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നില്ല. അപ്പം കുഴപ്പം ആവും, ടൗണിലെ റിപ്പോർട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഒരാളെ വേണമെന്നുള്ള ശ്രീധരനോട്. അപ്പോൾ എന്നോട് ഗോപിക്ക് പോകാമോ? ഞാൻ പറഞ്ഞു ഞാൻ പോകാൻ തയ്യാറാണ്. അപ്പോൾ തിരുവത്തായിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴും തയ്യാറാണെന്ന്. എന്നാൽ ഏതായാലും ഒരു ട്രയൽ നോക്ക്, പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ഞാൻ അവിടെ പോയിട്ട് വർക്ക് ചെയ്തു. പിന്നെ അവിടെ തന്നെ 4 കൊല്ലം 4 കൊല്ലം പ്രദീപത്തിൻ്റെ റിപ്പോർട്ടറായിട്ട്. ഈ സായാഹ്ന പത്രത്തിൽ പ്രവർത്തിച്ച കാലത്തെ ഒരു അനുഭവം എന്താണ്? സായാഹ്ന പത്രത്തിൽ പ്രവർത്തിച്ച കാലത്ത് സാധാരണക്കാരുമായിട്ടുള്ള ഏറ്റവും വലിയൊരു ബന്ധം അന്നുണ്ടായിരുന്നു. വാർത്തകൾക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകാതെ ഇവിടേക്ക് നമുക്ക് തന്നെ ടിപ്പ് ഓഫ് ചെയ്യുന്ന വലിയൊരു സംവിധാനം. ആളുകൾക്ക് ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളും പരാതികളും ഞങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങളടുത്തേക്ക് വലിയ അപ്രോച്ച് ഉണ്ട്, ജനങ്ങളുടെ വലിയ അപ്രോച്ച്. നമ്മൾ ആവശ്യപ്പെടാതെ പല കാര്യങ്ങളും നമ്മൾ അവർ ഇങ്ങോട്ട് വന്ന് പറയും, സംസാരിച്ച് ജോലി ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഇവരൊന്നും വൻകിട പത്രങ്ങളോ കൊടുക്കാത്ത കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്, കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ആ ഒരു റീഡബിലിറ്റി ആ കാലത്ത് നന്നായിട്ടുണ്ടായിരുന്നു. പ്രദീപത്തെ ഒരു സായാഹ്ന പത്രം ആദ്യത്തെ അനുഭവം എന്നുള്ള രീതിയിൽ മലബാറുകാർ വളരെയധികം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ സ്വീകരിച്ചു. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഞാൻ ഇന്ന് ഓർക്കുന്നതെന്ന് വെച്ചാൽ ഈ ഏതാണ്ട് 1:30-2 മണിക്കാണ് ഈ പത്രം പുറത്തേക്ക് ഇറങ്ങുക. അന്ന് ട്രെഡിലാണ് സിലിണ്ടറിലാണ് അടിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുവരെ ഏജൻറ്റുമാരെങ്ങനെ അതിൻ്റെ ഒരു കൊച്ചു വരാന്തിയാണ്, അതിലിങ്ങനെ വന്ന് നിൽക്കും, നിറഞ്ഞു നിൽക്കും. ഈ പത്രം എണ്ണി കൈ കൊടുക്കുന്നതിന് ഒരു പൊട്ടിത്തെറി പോലെ ഇവർ 4 പാട് മൂടുകയാണ്. അവർ രംഗം എൻ്റെ എനിക്കിങ്ങനെ ഇപ്പോഴും സംഭവിക്കുന്നതായി തോന്നുന്നു. അത്ര പോപ്പുലറായിരുന്നു കോഴിക്കോട്ടും പരിസരത്തും ഈ പത്രത്തിന് പ്രചാരം. അതൊന്ന് മേപ്പാടി വയനാട് വരെ പോയിരുന്നു. വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് അയക്കുമ്പോൾ ഈ റിപ്പോർട്ട് വരും. ഉദാഹരണത്തിന് നമ്മൾ EKK മോഹൻ എന്ന് പറഞ്ഞ ഞങ്ങളൊരു മേപ്പാടി ലേഖകനുണ്ടായിരുന്നു. തോട്ടം മേഖലയിലൊക്കെ ഇതിന് വലിയ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ അന്ന് പറയും എത്ര കോപ്പി കൂടുതൽ അയക്കണമെന്ന്. സാധാരണ ഈ റിപ്പോർട്ട് പത്രത്തിൽ വരികയാണ്, എത്ര കോപ്പി കൂടുതൽ. അങ്ങനെ പിടിച്ചു വന്നു. കേരളത്തിൽ ഞാൻ പോരുന്ന സമയത്ത് ഞങ്ങൾക്കതിന് അന്നത്തെ ഇതനുസരിച്ച് തന്നെ വലിയൊരു 5,000-8,000 കോപ്പി സർക്കുലേഷൻ ഉണ്ടായിരുന്നു. ഒരു പത്രാധിപർ എന്നുള്ള നിലയിൽ തിരുവത്തിരാമേട്ടൻ സ്വാതന്ത്ര്യം തന്നിരുന്നു. എങ്ങനെ മൂപ്പര് പൊതുവെ? അല്ല, സ്വാതന്ത്ര്യം തന്നിരുന്നു. പക്ഷേ ഞങ്ങളോട് തിരുവത്ത് വളരെ ആക്റ്റീവായിരുന്നു ഈ കാര്യത്തിൽ. പിന്നെ അദ്ദേഹത്തിന് നല്ല സോഴ്സും ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഞങ്ങളോട് പറയണമെന്ന്, ഇപ്പം ഞങ്ങൾ കൊടുക്കുന്ന വാർത്ത മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ള നിർബന്ധമാണ്. റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പിന്നെ ഇടപെട്ടിരുന്നു. അന്ന് ഒരു ഇടതുപക്ഷ ചായ്വായിരുന്നു. ഈ ഇടതുപക്ഷ ചായ്വിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ട് മാത്രമല്ല, അദ്ദേഹത്തിന് നേരിട്ട് വരുന്ന റിപ്പോർട്ടുകളും അദ്ദേഹത്തിന് 2 സംഭവമാണ് അതിന്. ഒന്ന്, മന്നത്ത് പത്മനാഭൻ്റെ വിമോചന യാത്ര കോഴിക്കോട്ട് എത്തുമ്പോൾ ഞാനാണെന്ന് ടൗൺ റിപ്പോർട്ടർ. അന്ന് ഞാൻ തന്നെയാണ് ടൗണിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളാരും അറിയാതെ, ഞാനോ സബ് എഡിറ്ററോ അറിയാതെ കണ്ട്, സബ് എഡിറ്റർ പിന്നീട് മനസ്സിലാക്കി, അദ്ദേഹം ഒരു വാർത്ത കൊടുത്തു മന്നത്തിൻ്റെ ഇത് അനുസരിച്ച്. അന്ന് ഇടതുപക്ഷത്തേക്കുള്ള ചായ്വനുസരിച്ച് മന്നത്തിനെ ഇവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അന്നത്തെ ഭരണകൂടം ഇഷ്ടപ്പെട്ട എല്ലാവരും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വിഷവായു കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട്, വിഷവായു കോഴിക്കോട്ടേക്ക് എന്ന് പറയാം. അപ്പോൾ പന്നിയങ്കരയിലാണ് അന്ന് വൈകുന്നേരത്തെ സ്വീകരണം. ഇത് പത്രത്തിൽ നിന്ന് അച്ചടിച്ചപ്പം ഈ അന്ന് വിമോചന സമരത്തിൻ്റെ ആവേശത്തില്ലേ, ആ മുന്നണിക്കാർ മുഴുവനും ഇദ്ദേഹത്തോട് വലിയ വെറുപ്പോയി. ഞാനാണിത് കൊടുത്തതെന്നുള്ള ഉദ്ദേശത്തിൽ വൈകുന്നേരത്തെ പൊതുയോഗത്തിൽ വെച്ച് എന്നെ ആക്രമിക്കാൻ വന്നവർ സ്റ്റേഡിയത്തിലാണ് സ്വീകരണം. അവസാനം വന്ന് ഞങ്ങളെല്ലാം ഓപ്പോൾ എന്ന് വിളിക്കുന്ന AV കുട്ടിമോളമ്മ ഇടപെട്ടിട്ടാണ് എന്നെ രക്ഷിച്ചത്. അവിടുന്ന് സ്റ്റേജ് വലിയ സ്റ്റേജാണ്. എന്നെ കൈയോടെ പിടിച്ചവർ. വിഷവായു കോഴിക്കോട്, അല്ലാതെ വിഷവായു ശ്വസിക്കാൻ നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത്തരം സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോഗ്രസീവ് മുസ്ലിം ലീഗ് വന്നപ്പോൾ ഇത് അവിടെ പത്രം ലീഗിന് എതിരായിരുന്നു, മുസ്ലിം ലീഗിന് എതിരെ, യൂണിയൻ മുസ്ലിം ലീഗിന് എതിരായിരുന്നു.
അപ്പോൾ അന്ന് പോത്തിറച്ചി ലീഗ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. നിക്നെയിമായിട്ട് ആളുകൾ ആക്ഷേപിച്ചിരുന്നത് അങ്ങനെയാണ്, എതിരാളികൾ. അപ്പോൾ ഒരു ദിവസം ഒരു റിപ്പോർട്ട് വന്നു പത്രത്തിൽ. ആ റിപ്പോർട്ട് ശുദ്ധമായ തെറി അഭിഷേകമായിരുന്നു. ഞങ്ങളാരും കാണാതെ കണ്ട് പെട്ടെന്നൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് ആരോ അദ്ദേഹത്തെ സമീപിച്ച് ഇത് എഴുതി കൊടുത്തു. അധികം അറബിയിലുള്ള മോശപ്പെട്ട, വളരെ മോശപ്പെട്ട പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്ന ഒരു ചെറിയ റിപ്പോർട്ട്. അപ്പോൾ അത് തിരക്കിട്ട് ഈ സാധനം അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്ത് പത്രത്തിൽ കൊടുത്തു. വന്നു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായിരിക്കുന്നത്. ശുദ്ധ എന്താ പറയുക, നമ്മൾ ശുദ്ധമായ തെറിയായിരുന്നു. ട്രാൻസ്ലേറ്റ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ശുദ്ധമായ തെറിയായിട്ട് വരുള്ളൂ. ഇത് മനസ്സിലാവില്ല. അറബിക് പദങ്ങളായിരുന്നു. ഇടയ്ക്ക് മലയാളവും ചേർത്തിയിരുന്നു. പിറ്റേന്ന് മാപ്പ് പറഞ്ഞു. വൈകുന്നേരം ആകുമ്പോൾ ആളുകളെല്ലാം വന്ന് വലിയ പ്രക്ഷോഭമെല്ലായി, ജനങ്ങളെ ക്ഷോഭിച്ചുകൊണ്ട് വിളിയും വരവും എല്ലായി പ്രതിഷേധം അറിയിക്കുകയെല്ലാം ചെയ്തു. പിറ്റേന്ന് തിരുത്തി ഇങ്ങനെ അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഞങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളെ ഇതിൽ ഇടപെട്ടിരുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനം ഇടപെട്ടു. ഞങ്ങൾ അറിയാതെ കണ്ടും അദ്ദേഹത്തിന് നേരിട്ട് അതെ അത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സായാഹ്ന പത്രങ്ങൾ മലബാറിൽ ആദ്യമായിട്ട് വന്ന സായാഹ്ന പത്രത്തിൻ്റെ ആദ്യകാല സാരഥികളിൽ ഒരാളെന്ന് തന്നെ വേണമെങ്കിൽ ഗോപിയേട്ടനെ പറയാം. ഇപ്പം കേരളത്തിൽ ഒട്ടേറെ സായാഹ്ന പത്രങ്ങളുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും നിറയെ സായാഹ്ന പത്രങ്ങളുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു സായാഹ്ന പത്രങ്ങളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എന്താ അവർ അന്ന് മുന്നിട്ട് ജനങ്ങളുമായി ബന്ധമെന്നൊക്കെ പറയുന്നത് ഇപ്പോഴും നിലനിർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അത് തീർത്തും വാണിജ്യാടിസ്ഥാനത്തിലായി മാറി? ഇല്ല, ഇന്ന് ആ കാലത്തുള്ള പ്രതിബദ്ധത നഷ്ടപ്പെട്ടിരിക്കുന്നു. അക്കാലത്തുണ്ടായിരുന്ന മിക്കവാറും അക്കാലത്ത് കുറച്ച് പത്രങ്ങൾ ഉണ്ടായി, ഇത്ര വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് എന്തെങ്കിലും ഒരു വലിയ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വലിയ സാധനം, ഒരു ഹെഡ്ലൈൻ ഇട്ടിട്ട് ഈ പത്രം 11 മണിക്കും അടിച്ചിറക്കുക, അല്ലെങ്കിൽ ടി വിയും ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നല്ല, ഇന്നത്തെ പൊതു സ്വഭാവം അതാണ്. ടി വിയിൽ നിന്നും നെറ്റിൽ നിന്നും എല്ലാം കിട്ടുന്ന സാധനം ക്രോഡീകരിച്ച ഒരു സാധനം എഴുതുക. നേരിട്ടിട്ട് പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നന്നായി അവതരിപ്പിച്ച് അവരുടെ മനസ്സ് പിടിച്ചടക്കുന്ന രീതിയിലുള്ള ഒരു പത്രത്തിന് സായാഹ്ന പത്രങ്ങൾ നടക്കുന്നില്ല. ഇല്ല, മാത്രം തന്നെ അതിന് പിന്നെ ഈ സായാഹ്ന പത്രത്തിന് പണ്ട് കാലത്തൊക്കെ അതിൻ്റെ വാർത്തയ്ക്ക് ആയുസ്സുണ്ടായിരുന്നു. ഇന്ന് ഇത് അടിച്ചിറക്കുന്ന ഒരു ഏതാനും നിമിഷ നേരത്തെ ആയുസ് മാത്രമേ ഇന്നത്തെ സായാഹ്ന പത്രങ്ങൾ. അത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഏത് പത്രം എടുത്ത് നോക്കിയാലും ഇപ്പോൾ ആർക്കും സായാഹ്ന പത്രം നടത്താവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. അതിന് വായനക്കാരുമായിട്ടും അതിന് ഈ അധ്വാനിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം ഒരു വളരെ കമ്മിയാണ്. സായാഹ്ന പത്രത്തിൽ നിന്ന് പിന്നെ മാതൃഭൂമിയിലാണ് പേട്ടൻ എത്തിച്ചേരുന്നത്. അത് KP കേശവമേനോനെ പോലുള്ള ഒട്ടേറെ പ്രമുഖരായ പത്രപ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കാൻ 4 വർഷത്തോളം പ്രവർത്തിക്കുന്നത്. ആ ഒരു മാതൃഭൂമിയിലെ അനുഭവങ്ങൾ എന്താണ്? മാതൃഭൂമിയിൽ നിന്നാണ് ഞാനിതിൻ്റെ യഥാർത്ഥത്തിലുള്ള പത്രപ്രവർത്തനം എന്താണെന്നുള്ളത് അനുഭവിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് അവിടെയാണ് അവിടെ നിന്നാണ് സാധിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ഞാനവിടെ വെറും പാർട്ട് ടൈമർ മാത്രമായിരുന്നെങ്കിൽ പോലും പൂർണ്ണമായ സ്വാതന്ത്ര്യം എനിക്ക് അവിടുത്തെ ഡെസ്കിലുള്ള എഡിറ്റേഴ്സ് തന്നിരുന്നു. അതിന് പ്രധാന കാരണക്കാരൻ എൻ്റെ അന്നത്തെ ന്യൂസ് എഡിറ്റർ രാംജി, അദ്ദേഹം പുതിയറയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എന്നോട് എന്തോ ഒരു ചെറിയ ഒരു പ്രതിപത്തി, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും അധ്വാനിക്കും എന്നുള്ളതുകൊണ്ട് മാത്രം ഉണ്ടായതായിരിക്കും. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മിക്കവാറും ആയിരുന്നത്. അപ്പം ഈ സ്വാതന്ത്ര്യം കാരണം ഞാൻ രാവിലെ ഞാൻ രാത്രി ലാസ്റ്റ് എഡിഷൻ കഴിഞ്ഞും അതിൻ്റെ ഫൈനൽ, അന്നൊക്കെ ഇപ്പോഴത്തെ മാതിരി ഓൺലൈൻ അല്ലല്ലോ, ഫൈനൽ പ്രൂഫുമായി വായനയും കൂടെ കഴിഞ്ഞില്ല പല ദിവസങ്ങളിലും പോയിരുന്നത്, വീട്ടിൽ പോയിരുന്നത്. അന്ന് രാത്രി പോയിരുന്നത്, പിറ്റേന്ന് കാലത്താണ് പോവുക. അപ്പോൾ അവിടെയുള്ള അതിൻ്റെ എല്ലാ പിന്നെ പത്രത്തിൻ്റെ അവിടുത്തെ പത്രം എങ്ങനെ ജനിക്കുന്നു എന്നുള്ളതിനെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയത് അവിടെ നിന്നാണ്. പിന്നെ അവിടുന്ന് കേശവമേനോൻ പോലും എന്നെ ഒരിക്കൽ ശാസിക്കേണ്ടി വന്നിട്ടുണ്ട്. കേശവൻ്റെ ശാസന എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അദ്ദേഹം എന്നോട് പറഞ്ഞ സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ മനസ്സിലാക്കിയിരിക്കണം റിപ്പോർട്ടർ എന്നാണ്. അദ്ദേഹം എന്നെ ശാസിക്കാൻ ഇടയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ദിവസം മുഴുവനും ഒഴിഞ്ഞു നടന്നു. അവിടെ ഓഫീസിൽ കയറാതെ അവിടെ കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും ഒരു സബ് എഡിറ്ററും കൂടി ആയിരുന്നു പിന്നെ ശ്രീകുമാര മേനോൻ. അദ്ദേഹം ഇവിടെ പറഞ്ഞു, അദ്ദേഹം എല്ലാവരും സ്നേഹമുള്ളവരെല്ലാം എടാന്നാണ് വിളിക്കുക. എടാ ഗോപി, വേഗം സ്ഥലം വിട്ടോ, ചീഫ് എഡിറ്റർ നിന്നെ അന്വേഷിക്കും 2 തവണയെ, മറന്നിട്ടില്ല, നീ എന്തോ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഒന്നും കാണിച്ചില്ല, എന്നാലും ഇതാണെന്ന്. അപ്പോൾ എന്താ സംഭവം? PM കുഞ്ഞിരാമൻ നമ്പ്യാർക്ക് സപ്തതിക്ക് അവിടുന്ന് സ്വീകരണം തന്നെ ടൗൺ ഹാളിൽ. അപ്പം
പ്രധാന പ്രാസംഗികൻ ചീഫ് എഡിറ്റർ കേശവമേനായിരുന്നു. അപ്പോൾ അന്ന് മറ്റുള്ളവരൊന്നും കാര്യമായിട്ട് പ്രസംഗിച്ചു. അപ്പോൾ അന്ന് അസൈൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് എനിക്കാണ്. റിപ്പോർട്ട് എഴുതി കൊടുത്തു ഞാൻ, അത് അതേപടി തന്നെ വരികയും ചെയ്തു. പിറ്റേന്ന് പത്രം വായിച്ച് മറ്റുള്ളവരുടെ റിപ്പോർട്ട് പ്രസംഗം കാണാതെ വായിച്ച് കേൾപ്പിക്കാതെ ഇരുന്നപ്പം സംശയം തോന്നി, വേറെ ആരും പ്രസംഗിച്ചിട്ടില്ലേ എന്ന് ശ്രീകുമാരേട്ടനോട് ചോദിച്ചത്രേ ചീഫ് എഡിറ്റർ. മറ്റുള്ളവർ പ്രസംഗിച്ചിട്ടുണ്ട്, അവരുടെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ എന്നത്. എന്നാൽ വായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഓരോ വരിയും ഓരോ വാചകം 2 വാചകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ഞാൻ മാത്രമാണോ അവിടെ പ്രസംഗിക്കാൻ പോയിരിക്കുന്നുള്ള സംശയത്തിൽ വന്നു. ആരാ റിപ്പോർട്ട് എഴുതുന്ന അന്വേഷണമായി ഉടനെ തന്നെ ന്യൂസ് എഡിറ്ററെ വിളിച്ചു, എന്നെ കാണാൻ പറഞ്ഞു. പക്ഷേ പിറ്റേന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് ഞാൻ പിറ്റേന്ന് ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ല, ചീഫ് എഡിറ്റർ മാത്രമേ എങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ. പ്രസക്തമായ കാര്യങ്ങൾ ചീഫ് എഡിറ്റർ പറഞ്ഞുകൊണ്ട് ഞാനത് കൊടുത്തു. മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞില്ല. ശരി, ഞാൻ ഇതിൻ്റെ ചീഫ് എഡിറ്റർ ആണെങ്കിൽ എൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യാനല്ല നിങ്ങളവിടെ നിയോഗിച്ചിരിക്കുന്നത്, മറ്റുള്ളവർ ഇതും കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനിടയ്ക്ക് പറഞ്ഞു, അല്ല ഞാൻ ചീഫ് എഡിറ്റർ മാത്രമല്ല അല്ല പോരാ, എൻ്റേത് വളരെ കൂടുതലാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചീഫ് എഡിറ്റർ റിപ്പോർട്ടർ മാതൃഭൂമി റിപ്പോർട്ടർ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം അങ്ങനെയില്ല, അത്രമാത്രം കൊടുക്കുന്ന അത്തരം ഒരു അനുഭവം കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ സായന പത്രത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഒരു ജനങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണോ എന്നറിയില്ല, താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥരുടെ മുഖം നോക്കാതെ ഗോപിയേട്ടൻ വാർത്തകൾ എഴുതിയതായിട്ട് മനസ്സിലായി. അങ്ങനെ ഒരു കോഴിക്കോട് നഗരസഭാ അധികൃതരുടെ പിന്നെ രോഷത്തിനൊക്കെ ആ സംഭവം എന്താണെന്നൊന്ന് വിശദീകരിക്കാം. അത് അവിടെ അന്നല്ല മലം പിന്നെ ചുമന്ന് പോകുന്ന ഒരു അനുഭവമായിരുന്നു. അന്ന് TK കരുണൻ എന്ന് പറഞ്ഞ ആളാണ് പിന്നെ അവിടുത്തെ തൊഴിലാളി നേതാവ്. CPI അന്ന് CPI ആണല്ലോ, 57